اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസിനികളെ, പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് രഹസ്യ പരസ്യ ജീവിതത്തിൽ അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതുല്യമായ സാരോപദേശങ്ങളെ നെഞ്ചിലേറ്റി മുഖവിലക്കെടുത്ത് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബിമാർ ഒരിക്കൽ ചോദിച്ച ഒരു ചോദ്യം, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈർ, അള്ളാഹുവിന്റെ പ്രവാചകരെ, ജനങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മികച്ചവർ? ഏത് വിഭാഗം ആളുകളാണ് നന്മയുടെ കേമന്മാരായി ഗണിക്കപ്പെടാവുന്ന നിലവാരത്തിലുള്ള ആളുകൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, മൻ തോല ഉംറുഹു വഹസുന അമലുഹു, ധാരാളം കാലം ജീവിക്കാൻ അവസരം ലഭിക്കുകയും ആ അവസരങ്ങളിൽ നന്മകൾ ധാരാളമായി ചെയ്യുകയും ചെയ്തവർ ആരോ അവരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഉത്തമർ എന്ന് അവിടുന്ന് പറഞ്ഞു. ഒരു 30-40 വയസ്സ് ജീവിച്ചവരെക്കാൾ 80-90 വയസ്സ് ജീവിക്കാൻ അവസരം ലഭിക്കുകയും ആ ജീവിച്ച കാലം അള്ളാഹു തനിക്ക് നിശ്ചയിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ച നന്മകളും ഇബാദത്തുകളും പുണ്യപ്രവർത്തികളുമായി ജീവിതത്തെ കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാക്കി നാളെ പരലോകത്തേക്ക് ആവശ്യമായ വിഭവങ്ങളാൽ സമ്പുഷ്ടമായ ആളുകളാരോ അവരാണ് ശ്രേഷ്ഠരെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സ്വഹാബത്ത് വീണ്ടും ചോദിക്കുന്നു, ഫഅയ്യുന്നാസി ശർ, അള്ളാഹുവിന്റെ റസൂലെ, മോശപ്പെട്ടത് ആരാണ്? ഏത് വിഭാഗം ആളുകളാണ് മോശപ്പെട്ട ആളുകൾ? അവിടെന്ന് പറഞ്ഞു, മൻ തോല ഉംറുഹു വസാഅ അമലുഹു, ധാരാളം കാലം ജീവിക്കുകയും തോന്നിവാസികളായി താന്തോന്നികളായി നന്മകൾ ചെയ്യാതെ ദുഷിച്ച ജീവിതം നയിച്ചവർ അവരാണ് മോശപ്പെട്ടവരെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം അള്ളാഹു നമുക്ക് നൽകിയ ഒരു മഹത്തായ അവസരമാണ്. ഇതൊരു യാത്രയാണ്. അനശ്വരമായ മരണാനന്തര ജീവിതത്തിലേക്ക് ആവശ്യമായ വിഭവങ്ങൾ സമാഹരിക്കാൻ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ജീവിതയാത്രയുടെ ഒരു വിസ്മയമെന്ന് പറയുന്നത്, നാം ഭൂമിയിലേക്ക് വന്നത് നമ്മുടേതായ മുന്നൊരുക്കങ്ങളില്ലാതെയാണ്. ഒരു യാത്രക്ക് ആവശ്യമായ സംവിധാനങ്ങളോ സന്നാഹങ്ങളോ ഒരുക്കങ്ങളോ ഇല്ലാതെയാണ് നാം ഭൂമിയിലേക്ക് എത്തിയത്. ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തേക്ക് ആവശ്യമായ 2 തരം അവസ്ഥകൾ അള്ളാഹു നമുക്ക് സംവിധാനിച്ചിട്ടുണ്ട്. ഒന്ന്, ഭൂമിയിൽ സ്ഥിരതാമസത്തിന് അള്ളാഹ് നിശ്ചയിച്ച ആയുസ്സിൽ നമുക്ക് ആവശ്യമായ വിഭവങ്ങളും ഭക്ഷണങ്ങളും ഉപജീവനങ്ങളും. രണ്ടാമത്തേത്, നമ്മുടെ ജീവിതത്തിലേക്ക് നന്മയുടെ ധർമ്മത്തിന്റെ പുണ്യത്തിന്റെ വഴികളിൽ സഞ്ചരിക്കാൻ നമുക്ക് ആവശ്യമായ മതജീവിതത്തിന്റെ മതബോധനങ്ങൾ. ഇത് രണ്ടും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി മരണാനന്തര ജീവിതത്തിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കുക എന്നതാണ്
നമ്മുടെ ഉത്തരവാദിത്തം. അതിനാവശ്യമായ സന്ദർഭങ്ങളെ കൃത്യമായി പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മുടെ കടമ. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഈ ഉത്തരവാദിത്തത്തിലൂടെയാണ് നാം കടന്നു പോവുക. നമ്മുടെ ഒരു വാഹനത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, വാഹനപ്പുറത്ത് കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലാൻ ഈ ഉമ്മത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഒരു ദുസ്വപ്നം കണ്ടോ മറ്റോ ഞെട്ടി എഴുന്നേറ്റാൽ ആ സമയത്ത് അവൻ എന്തെല്ലാം കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ വിശദീകരിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി സന്ദർഭവശാൽ മറന്നുപോയാൽ ആ സമയത്ത് ചൊല്ലേണ്ട ദിക്റുകൾ പോലും ലോകത്തിന്റെ റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. പള്ളിയിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ അയാൾ പ്രാധാന്യപൂർവ്വം നിർവഹിക്കേണ്ട ഒരു 2 റക്അത്ത് നമസ്കാരത്തെക്കുറിച്ച് അത് നിർവഹിക്കാതെ ഇരിക്കരുതെന്നും ഇരുന്നവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഞാനിത് സൂചിപ്പിക്കുന്നത് ജീവിതത്തിന്റെ 24/7 നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ രംഗങ്ങളിലും ആവശ്യമായ മതപരമായ നിർദ്ദേശങ്ങളെ മനസ്സിലാക്കുകയും ഓരോ സമയ സന്ദർഭങ്ങളിൽ എനിക്ക് നിർവഹിക്കാനുള്ള ധർമ്മം എന്താണ്, ഞാൻ ചെയ്യേണ്ട കർമ്മം എന്താണ്, ഞാൻ എങ്ങനെയാണ് ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന ആ ഒരു ചിന്താഗതിയിലൂടെയാണ് നാം ജീവിക്കേണ്ടത്. നാം പതിവായി പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. നരകത്തിന് മുമ്പ് ഖബർ ജീവിതത്തിലെ ഒരു ആശ്വാസമായി, ഫിത്നകളിൽ നിന്നുള്ള ആശ്വാസമാണ് സൂറത്തുൽ മുൽക്ക് എന്ന് അത് പാരായണം ചെയ്യുന്നവർക്കുള്ള സുവിശേഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അധ്യായത്തിന്റെ 2ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നു, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അവസരങ്ങൾ ലഭിച്ചിട്ട് ആരാണ് മെച്ചപ്പെട്ട രീതിയിൽ നല്ല രൂപത്തിൽ അമലുകൾ ചെയ്യുന്നത് എന്ന് അല്ലാഹു പരീക്ഷിക്കുന്നു, പരിശോധിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തിലേക്ക് ആവശ്യമായ സന്നാഹങ്ങളുമായി ജീവിക്കുക എന്നതാണ്. ഓരോ സമയത്തിന്റെയും സന്ദർഭത്തിന്റെയും ദൗത്യം തിരിച്ചറിയുക എന്നതാണ്. ഇന്ന് യൗമുൽ ജുമുഅ, ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പള്ളിയിൽ വരുന്നത് ഈ ദിവസത്തിന്റെ പ്രധാനപ്പെട്ട ആരാധന എന്ന നിലക്കാണ്. ഇങ്ങനെ വർഷത്തിലുടനീളം നാം ശ്രദ്ധിക്കേണ്ട സമയ സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ. ദുൽഹിജ്ജ എന്ന് പറയുന്നത് അറബി മാസത്തിലെ 12ാമത്തെ അഥവാ അവസാനത്തെ മാസമാണ്. ദുൽഹിജ്ജ മാസം അറിയപ്പെടുന്നത് ഹജ്ജിന്റെ മാസം എന്ന നിലയിലാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 മാസങ്ങൾ പവിത്രമാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് 4 പവിത്രമായ ആ മാസങ്ങളെ എണ്ണിയപ്പോൾ ദുൽഹിജ്ജ മാസത്തെ എണ്ണിയത് ഹദീസുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ആ നിലക്ക് പ്രത്യേകതയുള്ള പ്രാധാന്യമുള്ള ഒരു മാസവും ആ മാസത്തിലെ ദിവസങ്ങളിലുമാണ് നമ്മൾ എന്നത് നാം ഓർക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശർ. ഐഹിക ലോകത്ത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ അത് അയ്യാമുൽ അശർ, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ് എന്നാണ്. ഒരു രാത്രിയുടെ സവിശേഷത നോക്കുമ്പോൾ അത് ലൈലത്തുൽ ഖദറാണ്. ഒരു ദിവസത്തിന്റെ സവിശേഷത നോക്കുമ്പോൾ യൗമുൽ ജുമുഅ പോലെ, യൗമു അറഫ പോലെയുള്ള ദിവസങ്ങളാണ്. ഒരു കൂട്ടം ദിവസങ്ങളെ എണ്ണുമ്പോൾ ആ കൂട്ടത്തിൽ 10 ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ പോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളാണ്. മറ്റൊരിക്കൽ അവിടുന്ന് വിശദീകരിച്ചു, ഈ ദിവസം ഒരാൾ ചെയ്യുന്ന കർമ്മമാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇതാണോ ഇഷ്ടമെന്ന്? റസൂലുള്ള പറഞ്ഞു, ജിഹാദ് ചെയ്യുന്നതിനേക്കാളും അള്ളാഹുവിന് ഇതാണ് ഇഷ്ടം. എന്നാൽ ഒരാൾ ജിഹാദിന് പോവുകയും യുദ്ധഭൂമിയിൽ ജീവത്യാഗം ചെയ്ത് ഷഹീദായി മരണപ്പെടുന്നുവെങ്കിൽ അയാൾ ഇയാളേക്കാൾ ഉയർന്നു നിൽക്കും. പക്ഷെ യുദ്ധമെന്നത് എല്ലായ്പ്പോഴുമുള്ള സന്ദർഭമല്ല, എപ്പോഴും യുദ്ധസമാനമായ സാഹചര്യമല്ല. അതുകൊണ്ടാണ് ഒരു പൊതുവിൽ ഒരു കാര്യത്തെ പറയുന്ന ശൈലിയിൽ റസൂലുള്ള വർഷത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ദിവസവും അള്ളാഹുവിന് കർമ്മങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതും ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളാണ് എന്ന് ഹദീസുകളിലൂടെ വിശദീകരിക്കുന്നു. സൂറത്തുൽ ഫജ്റിന്റെ 2ാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണുന്ന ആയത്ത്, വല
വലയാലിൻ അശ്ർ എന്നാണ്. വലയാലിൻ അശ്ർ 10 രാത്രികൾ തന്നെയാണ് സത്യം. ഏതാണ് ഈ 10 രാത്രികൾ? മുഫസ്സിറുകൾ 2 രീതിയിൽ വിശദീകരിക്കുന്നു. ലൈലത്തുൽ ഖദറുള്ള റമളാനിലെ അവസാന 10 രാത്രികളാണ്. മറ്റൊരു കൂട്ടർ പറയുന്നത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളെ കുറിച്ചാണ് എന്നാണ്. ഏതായിരുന്നാലും വിശുദ്ധ ഖുർആനിൽ സൂചനയുള്ളതും പ്രവാചക വചനങ്ങളിൽ സ്പഷ്ടമായി വിവരിക്കപ്പെട്ടതുമാണ് ദുൽഹിജ്ജ മാസത്തിലെ ദിവസങ്ങൾ എന്നത്. ആ ദിവസങ്ങളുടെ പ്രാധാന്യത്തിന്റെ കാരണം ഹാഫിളുദ്ദുനിയ ഇബ്നു ഹജറുൽ അസ്ഖലാനി വിശദീകരിക്കുന്നത് ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി, വർഷത്തിൽ മറ്റൊരു സന്ദർഭത്തിലുമില്ലാത്ത ഒരു അതുല്യമായ ഒരു സംഗമം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിലുണ്ട്. സുപ്രധാനമായ എല്ലാ ഇബാദത്തുകളും ഒരാൾക്ക് നിർവഹിക്കാവുന്ന വർഷത്തിലെ സവിശേഷമായ സന്ദർഭമാണ്. നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സകാത്ത് നൽകാം, ഹജ്ജുമുണ്ട്. അങ്ങനെ ഈ സവിശേഷമായ ഉമ്മഹാത്തുൽ ഇബാദ, അടിസ്ഥാന ആരാധനാ കർമ്മങ്ങൾ, അത് ഒരുമിച്ച് കടന്നു വരുന്ന ദിവസങ്ങൾ എന്നതാണ് ഈ ദിവസത്തിന്റെ മഹത്വമെന്ന് ഈ ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും അങ്ങനെ ഒരു പവിത്രമായ ദിവസങ്ങളിലാണ് നമ്മൾ, ദുൽഹിജ്ജ മാസത്തിന്റെ ദിനരാത്രികളിലാണ് നമ്മൾ. നമുക്ക് അല്ലാഹു അവസരം അനുകൂലമാക്കി തന്നു. ഈ ദിവസത്തിലെ കർമ്മങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് റസൂലുള്ള പറഞ്ഞു. ഈ ദിവസങ്ങളാണ് ഭൂമി ലോകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമെന്ന് ലോകത്തിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു. എങ്കിൽ ഈ അവസരം ലഭിച്ച നമ്മൾ ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്യണം, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി വിശദീകരിക്കുന്നു. ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങളിൽ കടന്നു പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അതേതൊരാൾക്കും അറിയാം, അത് ഹജ്ജ് കർമ്മമാണ്. ഹജ്ജ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ അർക്കാനുൽ ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ 5ാമത്തേതാണ്. ഒരാൾക്ക് ആയുസ്സും ഒരാൾക്ക് ആരോഗ്യവും സമ്പത്തും യാത്രാ സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു തവണ ഹജ്ജ് ചെയ്യുക എന്നത് നിർബന്ധമാണ്. അൽ ഹജ്ജു മർറ ഫമൻ സാദ ഫഹുവ തതവ്വു. ഹജ്ജ് എന്ന് പറയുന്നത് ഒരു തവണ ചെയ്യൽ നിർബന്ധമാണ്, പിന്നീട് ചെയ്യുന്നത് അയാൾക്ക് ഐച്ഛികമാണ്, പുണ്യകരമാണ്. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും അവസരം ലഭിക്കുമ്പോൾ ഒന്നിലധികം തവണ ചെയ്യാം എന്ന് റസൂലുള്ള പ്രോത്സാഹിപ്പിച്ചതാണ്. പക്ഷെ ഒരു തവണ ചെയ്യുക എന്നത് ജീവിതത്തിലെ വളരെ നിർബന്ധമായ ഒരു ഉത്തരവാദിത്തമാണ്. ആർക്ക്? സാമ്പത്തിക സുസ്ഥിതിയുള്ള, ആരോഗ്യമുള്ള, യാത്രാ സംവിധാനമുള്ള ആളുകൾക്ക്. നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന കർമ്മങ്ങളിൽ ലോകത്തുള്ള എല്ലാവർക്കും ചെയ്യാൻ കഴിയാത്ത കർമ്മങ്ങളിലാണ് ഹജ്ജ് കർമ്മത്തെ നാം എണ്ണുന്നത്. എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. മുസ്ലിമായതുകൊണ്ട്, ആരോഗ്യമുള്ളത് കൊണ്ട്, സമ്പത്തുള്ളത് കൊണ്ട് ലോകത്തെല്ലാവർക്കും ചെയ്യാൻ സാധിക്കില്ല. ഈ വർഷത്തെ ഹജ്ജിന്റെ അവസ്ഥകൾ പരിശോധിക്കുക. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് ഏകദേശം 1,70,75,000 ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട്. ഈ വർഷം ഹജ്ജിന് പണമടച്ച് ഹജ്ജിന് പോകുമെന്ന് നിയ്യത്ത് വെച്ച് ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട് സന്തോഷം പറഞ്ഞ് അതിന്റെ സുന്ദര നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 40,000-ഓളം ആളുകൾക്ക് ഈ വർഷത്തെ ഹജ്ജ് ചെയ്യാനുള്ള അവസരങ്ങൾ സാങ്കേതികത്വങ്ങളുടെ പേരിൽ അവസരം നഷ്ടപ്പെട്ടത് നമ്മൾ കണ്ടു. പണമുണ്ടെങ്കിൽ എന്തും നടക്കും എന്ന് പറയാം. പണമുണ്ടെങ്കിലും നടക്കാത്ത കാര്യങ്ങളിലാണ് ഹജ്ജിനെ നമ്മൾ കാണുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് മഞ്ചേരി പരിസരത്ത് വെച്ചൊരു വാഹന അപകടത്തിൽ ഈ വർഷത്തെ ഹജ്ജിന് പോകാൻ ഒരുങ്ങി നിന്ന ഒരാൾ യാത്രയുടെ മുമ്പുള്ള മുന്നൊരുക്കങ്ങളുടെ യാത്രക്കിടയിൽ ഒരു അപകടത്തിൽ മരണപ്പെട്ട വാർത്തയുണ്ടാകുന്നത്. നമ്മുടെ വെളിപ്പാടുകളെയുള്ള മുത്തന്നൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു സഹോദരൻ ഈ വർഷത്തെ ഹജ്ജിന് പുറപ്പെടുന്നു, മദീനയിലെത്തുന്നു, ഹജ്ജിന്റെ സുന്ദര നിമിഷങ്ങളെ സ്വപ്നം കാണുന്നു. അതിനിടയ്ക്ക് അദ്ദേഹം മരണപ്പെടുന്ന വാർത്തകൾ. ഇങ്ങനെ പലരും വിശുദ്ധ മണ്ണിൽ വെച്ചും നാട്ടിൽ വെച്ചും ഹജ്ജിന് ഒരുങ്ങിയിട്ടും ആഗ്രഹം പൂവണിയാതെ, സ്വപ്നങ്ങൾ, സവിശേഷമായ സ്വപ്നങ്ങൾ സാഫല്യമില്ലാതെ മരണപ്പെടുന്നത് നമ്മൾ കാണുന്നു. മരണപ്പെട്ടവരുടെ മരണാനന്തര ജീവിതം അല്ലാഹു അനുഗ്രഹീതമാക്കട്ടെ. ഈ വർഷത്തെ ഹജ്ജ് കർമ്മം ചെയ്യുന്നവർ, ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നവർ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം സമാധാനപൂർവ്വം ചെയ്ത് നാട്ടിലേക്ക് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ തിരിച്ചു വരാൻ അല്ലാഹു അവർക്കും ആഫിയത്ത് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് അള്ളാന്റെ സഹായം കിട്ടിയാൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സമ്പത്തുള്ള, ശാരീരിക സാഹചര്യങ്ങളുള്ള ആളുകൾ ഞാൻ ഈ കർമ്മം ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. ചെയ്യാൻ ഒരുങ്ങുന്നവരെ
ചെയ്യുന്നവരെ സഹായിക്കുന്നവൻ അള്ളാഹുവാണ്. ഇൻസ്റ്റഗ്രാമിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ടെലിവിഷൻ ചാനലുകളിലും പ്രിന്റഡ് മാധ്യമങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ലിബിയ എന്ന രാജ്യത്തു നിന്നുള്ള ഒരു വാർത്ത നമ്മൾ വായിക്കുകയുണ്ടായി. അമർ അൽ മഹ്ദി മൻസൂർ അൽ ഗദ്ദാഫി എന്ന വ്യക്തി ഹജ്ജിന് പുറപ്പെടുന്നു. നാട്ടിലുള്ള എയർപോർട്ടിൽ വെച്ച് ഇമിഗ്രേഷൻ തടയുന്നു. പേരിലെ ഗദ്ദാഫി എന്ന പേരിന്റെ ചില പ്രശ്നങ്ങൾ, സങ്കീർണതകൾ കാരണം അയാൾക്ക് അന്താരാഷ്ട്ര യാത്ര ചെയ്യാനുള്ള സാഹചര്യമില്ല എന്നാണ്. പക്ഷെ പിന്നീട് നാം അതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ കാണുന്നത് ഒരു വിമാനം നാട്ടിൽ നിന്ന് പുറപ്പെടുന്നു, 2 തവണ ചില പ്രശ്നങ്ങൾ കാരണത്താൽ തിരിച്ചിറക്കുന്നു. ഈ വ്യക്തിയെ കൂടി ആ വിമാനത്തിൽ പ്രവേശിപ്പിച്ച് അയാൾ പരിശുദ്ധ കഅബാലയമുള്ള പരിശുദ്ധ ഹറമിന്റെ നാട്ടിൽ വന്നിറങ്ങിയ വാർത്തകൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വാർത്തകളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും സത്യസന്ധമാണ് എങ്കിൽ നാം തിരിച്ചറിയുന്നത് യാത്രക്ക് നമ്മൾ ഒരുങ്ങിയാൽ അതിന്റെ തൗഫീഖ് നൽകുന്നവൻ അള്ളാഹുവാണ് എന്നാണ്. പക്ഷെ ആ ഒരുക്കം നമ്മൾ നടത്തണം. റസൂലുള്ള ഹജ്ജ് കർമ്മം ചെയ്ത് മടങ്ങിയപ്പോൾ ഒരു സ്വഹാബ വനിതയോട് ചോദിച്ചു, മാ മനഅകി മിനൽ ഹജ്ജ്, എന്തേ നീ ഹജ്ജിന് പോവാഞ്ഞത്? ഹജ്ജ് ചെയ്യാൻ എന്തായിരുന്നു തടസ്സമെന്ന്. അവര് പറഞ്ഞു, വീട്ടിൽ 2 ഒട്ടകങ്ങളേ ഉള്ളൂ. ഒരു ഒട്ടകപ്പുറത്ത് എന്റെ ഭർത്താവ് ഹജ്ജിന് പോയി, 2ാമത്തെ ഒട്ടകവുമായി ഞാൻ പോന്നാൽ ഞങ്ങളുടെ കൃഷി നശിക്കും, വീട്ടുകാർ പട്ടിണിയിലാവും, പ്രതിസന്ധിയിലാവും, അതുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് പറയുന്നുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക സുസ്ഥിതിയും ആരോഗ്യവുമുള്ളവർ 30, 40, 50, 60 ലക്ഷം ചെലവഴിച്ച് ഭവനങ്ങൾ ഉണ്ടാക്കുമ്പോൾ 5, 10, 20, 40, 60 ലക്ഷമുള്ള വാഹനപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ 10,000-ഉം 1.5 ലക്ഷവും മൂല്യമുള്ള മൊബൈൽ ഫോൺ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്കുള്ള യാത്രകളും ടൂറുകളും നാം നടത്തുമ്പോൾ ഈ ഒരു ബാധ്യത നാം നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നാം കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട്. 2ാമത്തെ ഒരു കാര്യം, ഈ ദിവസങ്ങളിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഉളുഹിയ്യത്ത് എന്നതാണ്. യൗമുൽ അദ്ഹ, യൗമുൽ ഉളുഹിയ്യത്ത് എന്നൊക്കെ പറയുന്ന ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അറവ്, ബലിമൃഗങ്ങളെ ആ നിശ്ചയിക്കപ്പെട്ട നമസ്കാരത്തിന് ശേഷമുള്ള ആ ദിവസമോ തൊട്ട് ശേഷമുള്ള 3 ദിവസങ്ങളിലോ ആയി നിർവഹിക്കുന്ന ബലികർമ്മം. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. പക്ഷെ ആ ഒരു പ്രാധാന്യം എല്ലാവർക്കും ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത. നമ്മുടെ നാട്ടില് ഒരുപാട് ബലിമൃഗങ്ങൾ അറുക്കുന്നുവെങ്കിൽ പോലും ഒരാൾ തന്നെ ഒരുപക്ഷെ 1-ലധികം ഷെയറോ 1-ലധികം മൃഗങ്ങളെ അറുക്കുന്നുവെങ്കിൽ പോലും സാമ്പത്തിക സുസ്ഥിതിയുള്ള പലരും മാറി നിൽക്കുന്നു. അതിപ്പോ ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് ഒരു നിസാരമായ ഒന്നല്ല, ഇത് ഫർളൊന്നുമല്ല. പക്ഷെ ഇത് സുന്നത്തുൻ മുഅക്കദ, വളരെ പ്രാധാന്യമുള്ള ഒരു മുസ്തഹബായ ബലപ്പെട്ട പ്രബലമായ ഒരു സുന്നത്താണ്. റസൂലുള്ള മദീനയിൽ വെച്ച് എല്ലാ വർഷവും ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിച്ചു. യാത്രയിൽ പോലും ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിച്ചു എന്ന് ഹദീസുകളിൽ കാണാം. റസൂലുള്ള എന്ന് പറയുന്നത് പെട്രോഡോളറിന്റെ ബലത്തിൽ ആളുകൾക്കിടയിൽ സുഖാഡംബര ജീവിതം നയിച്ച ഒരു നായകനല്ല. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ആരെങ്കിലും വലിച്ചെറിഞ്ഞ കാരക്കയുടെ ചീന്ത് ലഭിച്ചിരുന്നുവെങ്കിൽ വിശപ്പടക്കാമായിരുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് നട്ടുച്ച സമയത്ത് പുറത്തിറങ്ങിയ ലോകത്തിന്റെ പ്രവാചകന്റെ ജീവിത ചരിത്രം വായിച്ചവരാണ് നമ്മൾ. പ്രവാചകന്റെ മരണ സന്ദർഭത്തിൽ അയൽവാസിയായ ജൂതന്റെ കയ്യിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് കുടുംബത്തിന്റെ വിശപ്പടക്കാൻ പടയെങ്കി പണയം വെച്ച പ്രവാചക ചരിത്രം അറിയുന്നവരാണ് നമ്മൾ. മാസങ്ങളോളം ഞങ്ങളുടെ വീട്ടിൽ അടുപ്പിൽ തീ പുകഞ്ഞിരുന്നില്ല എന്ന് പ്രവാചക പത്നിമാർ ജീവിതത്തിന്റെ ഇല്ലായ്മയും വല്ലായ്മയും പങ്കുവച്ചത് ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. ആ റസൂലുള്ളയും ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിച്ചു. ലഹ്ഹാ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഹൈന മഅ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചക ജീവിതത്തിൽ ആ ഒരു സുന്നത്ത് കൃത്യമായി നിർവഹിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊരു പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇത് ഷിആറാണ്, ഷായിറാണ്. ബലിമൃഗം എന്നത് അള്ളാഹു ദുനിയാവിൽ നിശ്ചയിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ ചിഹ്നങ്ങളാണ്. അതിന് ആ പ്രാധാന്യത്തിൽ നമ്മൾ കാണണം. ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രശ്നം, ഇസ്ലാമിക വിഷയങ്ങളെ നിസാരവൽക്കരിക്കാനും കൊച്ചാക്കാനും അതിനുവേണ്ടി കച്ചകെട്ടിറങ്ങിയ ചില പുരോഹിതന്മാർ, അപകർഷതാബോധമുള്ളത് കൊണ്ട് ഇസ്ലാമിനെ ദുർവ്യാഖ്യാനിക്കുന്ന ചില ആളുകൾ. നമ്മുടെ നാട്ടിലുള്ള ചില പുരോഹിതന്മാർ പറയുന്നത് ഇങ്ങനെ ഒരു ബലിമൃഗത്തെ അറുക്കുക അങ്ങനൊന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥകൾ കാണുന്നു. മറ്റു ചില ആളുകൾ പറയുന്നു, എന്തിനാണ് 8,000, 10,000 ഒക്കെ അതിന് ചെലവഴിക്കണേ? ആ പൈസക്ക് പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് ഒരു ക്ലോസറ്റ് വെച്ച് കൊടുത്തൂടെ? ഒരു പാവപ്പെട്ട കുട്ടിയുടെ പഠനം ഏറ്റെടുത്ത്
നേടിയെടുത്തൂടെ എന്ന് പഠിപ്പിക്കുകയാണ്. നമുക്ക് സ്വതക്കയുണ്ട്, സകാത്തുണ്ട്, ചേർത്ത് പിടിക്കലുണ്ട്, ഭക്ഷണം വിതരണം ചെയ്യലുണ്ട്, കടം കൊടുക്കലുണ്ട്, അതേപോലെ ഉളുഹിയത്തുമുണ്ട്. അത് നിർവഹിക്കാൻ ഉളുഹിയത്ത് മുടക്കേണ്ട ആവശ്യമില്ല. വേറെ ചില ആളുകൾ പറയുന്നു, ഇസ്ലാം രക്തച്ചൊരിച്ചിലിന്റെ മതമാണോ, മിണ്ടാപ്രാണികളെ നമ്മൾ കൊന്നൊടുക്കുകയാണോ, ഇത് ശരിയാണോ എന്നാ ചോദിക്കുന്നത്. ഈ മിണ്ടാപ്രാണികളെ പടച്ചത് അല്ലാഹുവാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ വൽ ബുദ്ന, ബലിമൃഗങ്ങളെ കുറിച്ച് പറഞ്ഞ ആയത്തിൽ പറയുന്നു, അതിനെ നിങ്ങൾ ബിസ്മി ചൊല്ലി അറുക്കണം, അതിൽ നിന്ന് കഴിക്കണം. കദാലിക സഖർനാഹ ലക്കും, ആ ബലിമൃഗങ്ങളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് ഞാനാണ് എന്നാണ്. ലോകത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ബലിമൃഗങ്ങൾ അറുക്കപ്പെട്ടാൽ അതിന്റെ പേരിൽ ഒരു ജീവഹാനി, അതിന്റെ പേരിൽ വംശനാശം ഉണ്ടാവുക എന്ന ഒരു കാര്യം ഇല്ല എന്നത് അല്ലാഹു തആല പറഞ്ഞതാണെങ്കിൽ അല്ലാഹുവിന്റെ വാക്കിനെ ചേർത്ത് പിടിച്ച് ഇസ്ലാമിന്റെ ശിആർ നടപ്പിൽ വരുത്തുക എന്ന ആ ഉത്തരവാദിത്വത്തിലേക്കാണ് നമ്മൾ കടന്നു പോവേണ്ടത്. മൂന്നാമത്തെ കാര്യം, ഈ ദിവസങ്ങളുടെ പ്രാധാന്യം പറഞ്ഞു റസൂലുള്ളാഹി പറഞ്ഞു, ഫഅക്സിറു ഫീഹിന്ന മിനത് തക്ബീർ വത്തഹ്ലീൽ വത്തഹ്മീദ്. 3 ദിക്റുകൾ പ്രധാനമായിട്ട് പറഞ്ഞു. തക്ബീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ, തഹ്മീദ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, തഹ്ലീൽ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 3 ദിക്ർ ഈ ദിവസങ്ങളിൽ നിരന്തരമായി ധാരാളമായി ചൊല്ലണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുള്ളത്. അത് എല്ലാ വിഭാഗ ആളുകൾക്കും, ഹജ്ജിന് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഉളുഹിയത്തിന് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമുക്കെല്ലാവർക്കും നിർവഹിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കർമ്മമാണ്. പണത്തിന്റെ ചെലവില്ല, കലോറി നഷ്ടമാകുന്ന സാഹചര്യമില്ല, ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ഭാരമുള്ള ഒരു പണിയെടുക്കുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല. ഏതൊരാൾക്കും യാത്രയിലും നടത്തത്തിലും ഇരുത്തത്തിലും ജോലി സമയത്തും അല്ലാത്ത സമയങ്ങളിലുമൊക്കെ നിർവഹിക്കാവുന്ന ഒരു സുന്നത്താണ്. അവസാനത്തെ കാര്യം, ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യം എന്നത് അറഫ നോമ്പാണ്. അറഫ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, യുകഫിറു സനതൽ മാളിയ വൽ ഖാദിമ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ വർഷത്തിലെ പാപങ്ങൾ, ചെറുദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നാണ്. അപ്പൊ ആ നിലക്ക് പ്രാധാന്യമുള്ള ഒരു നോമ്പാണ് അറഫ നോമ്പ് എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്താൽ നമുക്ക് നമ്മുടെ ദുൽഹിജ്ജ 1 ആരംഭം കുറിച്ചത് കണക്കാക്കുമ്പോൾ നമ്മുടെ നാട്ടിന്റെ കണക്കനുസരിച്ച് അടുത്ത വെള്ളിയാഴ്ചയാണ് ദുൽഹിജ്ജ 9. അതിന്റെ പിറ്റേ ദിവസമാണ് പെരുന്നാള്. പെരുന്നാളിന്റെ തലേ ദിവസമാണ് നമ്മൾ അറഫ നോമ്പ് നോൽക്കേണ്ടത്. അവിടെ 2 വസ്വാസുകൾ സ്വാഭാവികമായിട്ടും നാട്ടിലുണ്ടാവും. ഒരു വിഷയം പറയുമ്പോൾ അത് പൂർത്തിയാക്കണമല്ലോ. ഒന്ന്, വെള്ളിയാഴ്ച നോമ്പ് നോൽക്കാൻ പറ്റുമോ എന്ന ഒരു വിഷയമുണ്ട്. വെള്ളി എന്ന പ്രത്യേകത കൊണ്ട് നോമ്പ് നോൽക്കുന്നത് പാടില്ല. അങ്ങനെ നോൽക്കണ്ടെങ്കിൽ ഒരാൾ വ്യാഴാഴ്ചയോ ശനിയാഴ്ചയോ ചേർത്ത് നോൽക്കണം. എന്നാൽ ഒരാൾ വെള്ളിയാഴ്ച ഒരു ആശുറാന്റെ നോമ്പോ താസുആന്റെ നോമ്പോ അല്ലെങ്കിൽ ഒരു നഷ്ടപ്പെട്ട നോമ്പ് നോറ്റുവീട്ടുകയോ അതല്ലെങ്കിൽ ഇതേപോലെ മുഹറം നോമ്പോ നോൽക്കുകയാണ്, അയാൾ അത് എന്തുകൊണ്ടാണ് നോൽക്കുന്നത്? ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഒരു നല്ല ദിവസമാണ്, ഇന്നൊരു നോമ്പെടുക്കാം എന്ന നിലയ്ക്ക് വെള്ളിയാഴ്ചക്ക് പ്രാധാന്യം കൊടുത്തല്ല അയാൾ നോൽക്കുന്നത്. മറിച്ച് നമുക്ക് നിർവഹിക്കാനുള്ള ഒരു കർമ്മം അത് ഈ ദിവസത്തോട് ചേർന്നത് കൊണ്ട് നമ്മൾ, അതിപ്പോ വ്യാഴാഴ്ച ആണെങ്കിൽ നമ്മൾ നോറ്റിനി, ചൊവ്വാഴ്ച ആണെങ്കിൽ നോറ്റിയിരുന്നു, നമ്മൾ നെയ്യത്തത് വെള്ളി എന്നല്ല, മറിച്ച് എന്താ അറഫ നോമ്പ് എന്ന നിലക്കാണ്. അതുകൊണ്ട് നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഇൻഷാ അല്ലാഹ് നോമ്പ് നോൽക്കണം. സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലാണ്. പണ്ടൊക്കെ ഒരാൾ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ അയാളും കൂടെ ഉള്ളവരും കേൾക്കുള്ളൂ. ഒരു ചായ മക്കാനിയിലോ വീട്ടിലോ ഒതുങ്ങുന്ന ചർച്ച ഇന്ന് ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ എന്നെ ഫോളോ ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അത് കാണാണ്. അത് ഫിത്നക്കും മസ്ലഹത്തിനും രണ്ടിനും ഒരുപോലെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു കാലത്ത് വിഷയങ്ങളിൽ സങ്കീർണതയില്ലാതെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വെള്ളി ആയി എന്നതുകൊണ്ട് അറഫ നോമ്പ് നോൽക്കാതിരിക്കേണ്ടതില്ല. വെള്ളി എന്ന പ്രത്യേകത കൊണ്ട് നോൽക്കുന്നതിനാണ് വിലക്കുള്ളത്. ഇവിടെ നമ്മൾ അറഫ നോമ്പ് എന്ന നെയ്യത്തിൽ നോൽക്കുമ്പോൾ അതിൽ പ്രശ്നമല്ല. പിന്നെ ഒരു സ്വാഭാവിക വിഷയം, അറഫ നോമ്പ് എന്ന് പറയുമ്പോൾ അറഫ ഉള്ള ദിവസമല്ലേ, അവിടെ അവർക്ക് അറഫ വ്യാഴാഴ്ചയല്ലേ, നമ്മളെങ്ങനെ വെള്ളിയാഴ്ച നോക്കും, പിന്നെ ഇത് അറഫ നോമ്പ് എന്ന് പേര് പറയോ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് തോന്നും. ഇപ്പൊ വെള്ളിയാഴ്ച ദിവസത്തിന് അറബിയിൽ എന്താ പറയാ? യൗമുൽ ജുമാ. എന്താ കാരണം? ഖുത്ബ നടക്കുന്ന, ഖുത്ബത്തുൽ ജുമാ നടക്കുന്ന ഒരു ദിവസമാണ്, ജുമാ ദിവസമാണ്, ജുമാ ഉള്ള ദിവസമാണ്. നമ്മൾ നാട്ടിൽ ഒരു കർഫ്യൂ ഉണ്ടാവുക വിചാരിക്കാം, ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാവുക വിചാരിക്കാം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത
സാഹചര്യം ഉണ്ടാവാൻ വിചാരിക്കുക. അന്ന് പള്ളിയിൽ ഖുത്ബല്ല, അന്ന് പള്ളിയിൽ ജുമാന്റെ സംഘമല്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് യൗമുൽ ജുമാ എന്ന പേര് നൽകുന്നില്ല. കാരണം ഇന്ന് നമ്മുടെ നാട്ടിലൊന്നും ജുമാ നടന്നിട്ടില്ല എന്ന് ആരെങ്കിലും പറയോ? അത് പറയില്ല. ഓരോ വിഷയത്തിന് അതിന്റെ പേര് നാമകരണം നൽകപ്പെടുന്നതിന് ഓരോ കാരണമുണ്ട്. യൗമു തർവിയ ഹാജിമാര് വെള്ളം ശേഖരിക്കുന്ന ദിവസത്തിന് പറയുന്നതാ. എന്നാൽ ദുൽഹിജ്ജ 8-ന് ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഏതെങ്കിലും ഹാജിമാര് കന്നാസോ തോൽപാത്രങ്ങളോ എടുത്ത് വെള്ളം ശേഖരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ യൗമു തർവിയ തന്നെയാണ് അതിന്റെ പേര്. അതേപോലെ 9-ാമത്തെ ദിവസത്തിന് യൗമു അറഫ. കാരണം ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസം എന്ന നിലക്കാണ് ആ പേരുള്ളത്. ഒരു വർഷം അങ്ങനെ അറഫ അല്ലെങ്കിൽ ചരിത്രത്തിൽ നോക്കിയാൽ എമ്പാടും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹജ്ജ് നടക്കാത്ത വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കോവിഡ് കാലത്ത് 1000-ന് താഴെ ആളുകൾ മാത്രം ഹജ്ജ് ചെയ്ത് നമ്മൾ കണ്ടു. എന്നാൽ അതിന്റെയും പിറകോട്ട് പതിറ്റാണ്ടുകൾ പിറകോട്ട് പോയാൽ ഒരു വർഷം ഹജ്ജ് ഇല്ലാത്ത കാലഘട്ടം ലോകത്തുണ്ടായിട്ടുണ്ട്. അന്ന് ഉളുഹിയത്തില്ലേ, അന്ന് അറഫല്ലേ, അന്ന് പെരുന്നാളില്ലേ, അന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഹജ്ജ് ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ റസൂലോ സ്വഹാബത്തോ പഠിപ്പിക്കാത്ത ഒരു ഐക്യദാർഢ്യം ആളുകളെ മനസ്സിലേക്ക് ഇങ്ങനെ പലരും കൊണ്ടുവരാ. അറഫ നോമ്പ് ഹാജിമാരോടുള്ള ഐക്യദാർഢ്യമല്ലേ? അങ്ങനെ ഒരു ഐക്യദാർഢ്യം അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ല. അള്ളാന്റെ റസൂല് പറയാത്തൊരു ഐക്യദാർഢ്യം നമ്മൾ കൊണ്ടുവരേണ്ടതില്ല. റസൂലുള്ള പറയുന്നുണ്ട്, സയകൂന ഫി ആഖിരി ഉമ്മത്തി ഉനാസുൻ യുഹദ്ദിസൂനകും മാലം തസ്മഉ അൻതും വല ആബാഉകും. നിങ്ങളോ നിങ്ങളെ പൂർവികരോ കേൾക്കാത്ത വാദവുമായി പലരും വരും അവസാന കാലത്ത്. അത് നമ്മളെ കുറിച്ചല്ല പറഞ്ഞത്, സ്വഹാബത്തിനോടാ പറഞ്ഞത്. നിങ്ങൾ കേൾക്കാത്ത, സ്വഹാബിമാരെ നിങ്ങൾ കേൾക്കാത്ത, നിങ്ങളുടെ രക്ഷിതാക്കൾ കേൾക്കാത്ത കാര്യം ചില ആൾക്കാർ കൊണ്ടുവരും. അത് നിങ്ങൾ അവഗണിക്കണമെന്നാണ്. അറഫ ഐക്യദാർഢ്യം എന്ന് റസൂലോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ അറഫന്റെ ദിവസം നോക്കി പരിസരത്തുള്ള ആളുകളോടൊക്കെ ഇന്നാണ് അറഫ ദിവസം, അതുകൊണ്ട് എല്ലാവരും ഈ ദിവസേ നോൽക്കാവൂ എന്ന് പറഞ്ഞ് ആളുകളെ പറഞ്ഞയച്ച് സന്ദേശം നൽകി അങ്ങനെ അറഫ ദിവസം എല്ലായിടത്തും ഒന്നാകണം എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. അതല്ലെങ്കിൽ അസ്സൗമു യൗമ തസൂമൂൻ വൽ ഫിത്റു യൗമ തുഫ്തിറൂൻ വൽ അദ്ഹ യൗമ തുളഹൂൻ. ഇത് ഗ്രൂപ്പിസത്തിന്റെ സംസാരമല്ല. വിഷയങ്ങളിൽ ഫിത്നകളുടെ വഴികളിലേക്ക് പോകരുത് എന്ന നിലക്കാണ്. നമ്മുടെ നാട്ടിൽ ചില സാധുക്കൾ, നിഷ്കളങ്കരായ ആളുകൾ ഓല അറഫ നോമ്പ് മക്കക്കാരെ കൂടെയും പെരുന്നാൾ സാമൂഹ്യ ബാധ്യതയാണെന്ന് പറഞ്ഞ് പെരുന്നാൾ നമ്മളെ കൂടെയും നടത്തും. മറ്റു ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പല ഗ്രൂപ്പുകൾ, ഓരോരുത്തർക്ക് ഓരോ ദിവസം അറഫ, ഓരോരുത്തർക്ക് വ്യത്യസ്ത ദിവസത്തിൽ പെരുന്നാൾ. ഇതൊന്നും ഒരിക്കലും സ്വീകാര്യമല്ല. റസൂലുള്ള പറഞ്ഞത് ജനങ്ങൾക്ക് എന്നാണോ നോമ്പ് അന്ന് നിങ്ങൾക്കും നോമ്പ്, ജനങ്ങൾക്ക് എന്നാണോ പെരുന്നാൾ അന്ന് നിങ്ങൾക്ക് പെരുന്നാൾ, ജനങ്ങൾക്ക് എന്നാണോ ബലി പെരുന്നാൾ അന്ന് നിങ്ങൾക്ക് ബലി പെരുന്നാൾ എന്നാ. അല്ലാതെ മദീനക്കാർക്ക് എന്നാണോ പെരുന്നാൾ അന്ന് ലോകത്തെല്ലാവർക്കും പെരുന്നാൾ, മക്കക്കാർക്ക് എന്നാണോ പെരുന്നാൾ അന്ന് ലോകത്തെല്ലാവർക്കും പെരുന്നാൾ. അങ്ങനെ ഒന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരു ഏകീകരണം കൊണ്ടുവന്ന് നമ്മളെ നാട്ടിൽ ഫിത്നയും നമ്മളെ നാട്ടിൽ ഭിന്നിപ്പും നമ്മളെ നാട്ടിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ അനാവശ്യമായ കക്ഷിത്വവും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിന്റെ ഫിത്നകളുടെ അതിന്റെ കൃത്യമായ റൂട്ട് കോസ് നമ്മൾ മനസ്സിലാക്കി ഈ വിഷയങ്ങളിലെ ഇസ്ലാമിന്റെ നിലപാടുകളുടെ കൂടെ ചേർന്ന് നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വിഷയങ്ങളെയും പ്രമാണബദ്ധമായി സമീപിക്കുന്ന ഒരു നിലപാടിലേക്ക്, സ്വഹാബത്തിന്റെ സംസ്കാരത്തിലേക്ക് ചേർന്ന് നിൽക്കുവാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ മഴയാണ്. ചൂട് മാറി മഴ വർഷിച്ചപ്പോൾ അത് നമുക്ക് സുഖകരമായിരുന്നു. എന്നാൽ ജലനിരപ്പ് കൂടി താമസ സ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും കൃഷിസ്ഥലങ്ങളിലുമൊക്കെ വെള്ളം കയറുമ്പോൾ, വാഹനത്തിൽ റോട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മഴ ഒരു പ്രയാസമായി മാറുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായി നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. അല്ലാഹുവേ, നല്ല മഴ ഞങ്ങൾക്ക് നൽകണമേ. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന. ഞങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക്, മനുഷ്യർക്ക് പ്രയാസകരമില്ലാത്ത ഇടങ്ങളിലേക്ക് കാർമേഘങ്ങളെ നീ അയക്കണമേ എന്ന നിലക്കൊക്കെ അനുകൂലമായ രൂപത്തിൽ സംതൃപ്തിയുള്ള മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടാവേണ്ടത്. അതേപോലെ
അതുപോലെ നമുക്കറിയാം പല ആളുകൾക്കും മഴക്കാലായാൽ തൊഴിലില്ലാത്ത സാഹചര്യം ഉണ്ടാവും, പലതരം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ ചേർത്ത് പിടിക്കാനും അവരുടെയൊക്കെ ആവശ്യങ്ങൾ കണ്ടറിയാനും, നാളെ ഒരാൾ മരണപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്ത ശേഷം നാളെ ഒരാളുടെ വിഷയത്തിൽ മറ്റാരെങ്കിലും ഒരു വീഡിയോ ചെയ്തതിന് ശേഷം നമ്മൾ അവരുടെ കാര്യത്തിലേക്ക് ഇറങ്ങുകയല്ല ചെയ്യേണ്ടത്. മനസ്സിൽ ഹൃദയത്തിൽ അലിവും കനിവും കിനിവുമുള്ള ആളുകളായി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സമീപനവുമായി നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയങ്ങളിലും സൂക്ഷ്മതാബോധമുള്ളവരായി ജീവിച്ച് മരണപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആനിനോടും സ്വഹീഹായ ഹദീസിനോടും കൂറും പ്രതിബദ്ധതയും പുലർത്തി ആത്മാഭിമാനത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരം പ്രയാസങ്ങളും സംഘർഷങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. ഏവർക്കും നീ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഹലാലായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയുന്ന ദുനിയാവിന്റെ ഹസനത്തുകൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, മുസ്ലിമായതിന്റെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും പീഡിതരായി കഴിയുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. ഫിലസ്തീനിന്റെ മണ്ണിൽ ഗസയുടെ തെരുവുകളിൽ ആയിരക്കണക്കിന് നിഷ്കളങ്കരായ ആളുകൾ പീഡിതരായി കഴിയുകയാണ്. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിലേക്ക് ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിച്ച് അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടുകൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.